മരണപ്പെട്ട ഭരതന്റെ ഭാര്യയായ സരസ്വതിയെ കണ്ടപ്പോൾ എവിടെയോ കണ്ട നല്ല പരിചയം ഗോവിന്ദന് തോന്നി. ഇപ്പോൾ അവന് വീട്ടിലേക്ക് ചെന്ന് കയറിയത് വേറൊരു കാര്യത്തിന് വേണ്ടിയാണ്. പണ്ട് ഭരതൻ നായരും ഗോവിന്ദനും പിന്നെ അവരുടെ സുഹൃത്തുക്കളും ചേർന്ന് ജോലിസ്ഥലത്ത് നിന്ന് കിട്ടിയ കൈക്കൂലി ഒരു ഭണ്ഡാരമുണ്ടാക്കി അതിലേക്ക് ഇട്ടു. അത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അവരെ ഒരു അമ്പലം തന്നെ അവർ പണിയിച്ചു. പോലീസ് അതിന്റെ അകത്തേക്ക് കയറിയാൽ ഏത് നിമിഷം വേണോ കള്ളത്തരം കണ്ടുപിടിക്കാം. ശശി ഏതാണ് ആ അമ്പലം എന്ന് ചോദിച്ചപ്പോൾ ആര്യങ്കാവ് എന്നാണ് ഗോവിന്ദൻ പറഞ്ഞത്. ഈ ആര്യങ്കാവിലാണ് കുടുംബത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി എല്ലാവരും കൂടി ചേർന്ന് ഗോവന്റെ തലയിൽ തേങ്ങ അടിച്ച് ഉടയ്ക്കാനുള്ള നേർച്ച നേർന്നത്. അതൊരു ഉടായ്പ അമ്പലമായിരുന്നു എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ഒന്നെങ്കിൽ 35 ലക്ഷം രൂപ തരണം, അല്ലെങ്കിൽ ഭരതൻ നായർ മരിച്ചത് കൊണ്ട് കുറ്റം അയാളുടെ തോളിൽ വെച്ചിട്ട് രക്ഷപ്പെടാം. ഈ രണ്ട് ഓപ്ഷനാണ് ഗോവിന്ദൻ അവർക്ക് കൊടുത്തത്. തീരുമാനം എന്തായി എന്നറിയാൻ വേണ്ടി ഗോവിന്ദൻ നിരന്തരം രുക്മിണിയെ മെസ്സേജ് അയച്ചും കോൾ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ അമ്പലത്തിലെ തൂണുകളിൽ കൊടുത്തിരിക്കുന്ന പേര് കണ്ട് ശശി ഞെട്ടിയത്. അതിൽ കൊടുത്തിരിക്കുന്ന സമർപ്പണങ്ങൾ മൊത്തം ഭരതൻ നായരുടെ മക്കളുടെ പേരിലായിരുന്നു. പോരാത്തതിന് ആ നാട്ടുകാർ മുഴുവനും അകമഴിഞ്ഞ് ആരാധിക്കുന്ന മോഹിനിശ്രീ ദേവി എന്ന ആ ദൈവത്തിന്റെ പടം തന്റെ ആദ്യ ഭാര്യയായ സരസ്വതിയുടെ രൂപത്തെ ആസ്പദമാക്കി ഭരതൻ നായർ ഉണ്ടാക്കി വെച്ചതായിരുന്നു. ഒരു കള്ളക്കഥയും പിന്നെ ഈ ഫോട്ടോയും കൂടി വെച്ച് ഭരതൻ നായർ സംഘവും ആ ആര്യങ്കാവ് എന്ന അമ്പലം ഫേമസ് ആക്കി. അതുകൊണ്ടാണ് അവിടുത്തെ പ്രധാന ദേവിയുടെ അതേ രൂപമുള്ള സരസ്വതിയെ കണ്ടപ്പോൾ ഇവിടുത്തെ നാട്ടുകാർക്കും പിന്നെ ആ പോറ്റിക്കും വരെ ഡൗട്ട് അടിച്ചത്. തീരുമാനം എന്തായി എന്നറിയാൻ വേണ്ടി ഗോവിന്ദൻ ചോദിക്കാതെ വരെ ആ വീട്ടിലേക്ക് കയറി ചെന്ന് തുടങ്ങി. എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം നടന്നില്ല എങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നാട്ടുകാരോട് തുറന്നു പറയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇവരോടൊക്കെ പറഞ്ഞാലുള്ള അവസ്ഥ അറിയാലോ, പിന്നെ കുടുംബക്കാർ മൊത്തം പെൻഗിനോടുന്നത് പോലെ നാട്ടിലേക്ക് ഓടേണ്ടി വരുമെന്ന് ഗോവിന്ദൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സരസ്വതി അമ്മ തന്നെടാ എന്നും പറഞ്ഞ് ബാക്കിൽ കൂടെ വന്ന് അവന്റെ മങ്കിക്കാപ്പ് താത്ത് മുഖം മൂടിയത്. എന്നിട്ട് സൗണ്ട് നാട്ടുകാർ കേൾക്കാതിരിക്കാൻ വേണ്ടി ഒച്ചത്തിൽ പാട്ടും വെച്ചു. ഇത്രയും ആൾക്കാർ പിടിച്ചു വെച്ചിട്ടും അവന്റെ ചാട്ടം നിൽക്കുന്നില്ലായിരുന്നു. ലാസ്റ്റ് അടങ്ങാൻ വേണ്ടി ഒരു തക്കാളി എടുത്ത് വായിൽ കുത്തിക്കയറ്റി. പക്ഷെ അവനതും ചവച്ചു തിന്നു. എല്ലാവരും കൂടി ചേർന്ന് പരിശ്രമിച്ച് അവനെ അടുക്കളയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് കുരിശിൽ തറയ്ക്കുന്നത് പോലെ നിർത്തിച്ചിട്ട് എല്ലാവരും ഓരോ ഭാഗത്തായിട്ട് ടൈറ്റായിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അമ്മ ടൈറ്റാക്കി അവസാനം അവന്റെ കഴുത്ത് പിടിച്ചങ്ങ് തിരിച്ചു. സ്പോട്ടിൽ ഡെഡായി. അപ്പോഴേക്കും ശശി പാലും വാങ്ങിച്ച് പാട്ടും പാടി വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു, ഒന്നും അറിയാതെ. ജീവിച്ചിരുന്ന സമയത്ത് ഒരു കില്ലാടിയായിരുന്നു എന്ന് അവന്റെ ഡെഡ് ബോഡി കണ്ടാൽ ആർക്കും തോന്നില്ല. മാമന്റെ പ്രിയപ്പെട്ട മരുമോനായ സുഭാഷ് ഈ വീട്ടിന്റെ മുമ്പിൽ വെച്ചാണ് അവസാനമായി മാമനെ കണ്ടതെന്നും പറഞ്ഞ് പിന്നെ അവരുടെ പുറകെയായിരുന്നു. ഒരു കുമ്പിടിയെ പോലെ അവരുടെ ബോഡി കൊണ്ടിടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് മൊത്തം അവൻ മനത്തെത്താൻ തുടങ്ങി. ചെറുക്കന്റെ ഈ പ്രത്യേക സ്വഭാവം കണ്ട് നമ്മളെ കൊണ്ടത് കൂട്ടിയാൽ കൂടൂല എന്നും പറഞ്ഞ് അവനിട്ട് പണിയാൻ മറ്റൊരു ഐറ്റത്തെ ശശി നാട്ടിൽ നിറക്കി. മുള്ളിനെ മുള്ളുകൊണ്ട് വേണം എടുക്കാൻ എന്ന് പറയുന്നത് പോലെ സുഭാഷിനിട്ട് പണിയാൻ മറ്റൊരു സുഭാഷ്. ചെന്ന് കയറിയ ഉടനെ ജൂനിയർ സുഭാഷ് ഇട്ട് പണിയാൻ വേണ്ടി സീനിയർ സുഭാഷ് കരുക്കൽ നീക്കി. അവന്റെ മാമന്റെ ഡെഡ് ബോഡി അവന്റെ കുളിമുറിയിൽ തന്നെ കൊണ്ടുവച്ച് പേടിപ്പിച്ചു. വേറെ ഗതിയില്ലാതെ അവന് ശശിയുടെ കുടുംബത്തോടൊപ്പം ചേരേണ്ടി വന്നു ഡെഡ് ബോഡി മറവ് ചെയ്യാൻ വേണ്ടി. ഗോവിന്ദൻ കാരണമാണ് ഈ പിറന്ന ഈ ഇറച്ചിവെട്ടുകാരന്റെ മോള് കാണാതായത്. ശശി അയാളെ കൂടെ നിർത്തി. എന്നിട്ട് ഗോവിന്ദന്റെ ബോഡി വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി പല കവറുകളിൽ കെട്ടിവെച്ചു. അത് മറവ് ചെയ്യാൻ വേണ്ടി കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും നിയമിച്ചു. പുറത്തുവിട്ട കവറിന്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി ഒരു ഫാമിലി ഗ്രൂപ്പ് തന്നെ അവരുണ്ടാക്കി. പക്ഷേ അജയ് ഘോഷിന്റെ കയ്യിൽ നിന്ന് ഒരു കവർ വീട്ടിൽ വെച്ച് മിസ്സായിരുന്നു. അത് സഹോദരനായ അരുൺ ഘോഷ് കളയാൻ പോയ സമയത്ത് തന്നെ ഗോവിന്ദൻ ലാസ്റ്റ് വന്ന വീട് ഇതാണെന്ന് കണ്ടുപിടിച്ച് പോലീസ് അവിടേക്ക് വന്നു. വേറൊരു വഴിയും കാണാത്തത് കൊണ്ട് അവനത് കുക്കറിൽ വെച്ച് വേവിച്ചു. ഇത് കണ്ട ശശി ഞെട്ടി. എന്നിട്ട് എല്ലാ കവറുകളും മറവ് ചെയ്തു എന്ന് അവസാനം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അവനൊരു മെസ്സേജ് അയച്ചു.